ആഡംബര കാർ വാങ്ങി നൽകണമെന്ന മകന്റെ നിരന്തരമായ ആവശ്യത്തെ ചൊല്ലിയുണ്ടായ കലഹത്തിനൊടുവിൽ പിതാവ് മകന്റെ തലയ്ക്ക് കമ്പിപ്പാര കൊണ്ട് അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവം കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട നിരവധി സാമൂഹിക നിയമപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഈ സംഭവം കേവലം ഒരു കുടുംബ വഴക്ക് എന്നതിനപ്പുറം മാറുന്ന സാമൂഹിക മൂല്യങ്ങൾ, ഉപഭോഗ സംസ്കാരത്തിന്റെ സ്വാധീനം, രക്ഷകർതൃത്വത്തിന്റെ വെല്ലുവിളികൾ, ഒപ്പം നിയമപരമായ പ്രതിരോധത്തിന്റെ അതിർവരമ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾക്ക് വക നൽകുന്നു. തിരുവനന്തപുരം സ്വദേശിയായ വിനയാനന്ദൻ ഏക മകൻ ഹൃത്തിക്കിന് ഒരു വർഷം മുമ്പ് 17 ലക്ഷം രൂപ വിലയുള്ള ആഡംബര ബൈക്ക് വാങ്ങി നൽകിയിരുന്നു. എന്നാൽ അടുത്തിടെ ഹൃത്തിക്ക് ഒരു ആഡംബര കാർ കൂടി ആവശ്യപ്പെട്ടു. സാമ്പത്തികമായി നിലവിലെ സാഹചര്യത്തിൽ അതിന് കഴിയില്ലെന്ന് വിനയാനന്ദൻ മകനെ അറിയിച്ചു. തുടർന്ന് കാർ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹൃത്തിക് വീട്ടിൽ നിരന്തരം ബഹളം ഉണ്ടാക്കുകയും മാതാപിതാക്കളെ ആക്രമിക്കുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. മകന്റെ ആക്രമണ ശ്രമത്തെ പ്രതിരോധത്തിലാക്കുന്നതിനിടെയാണ് പിതാവ് വിനയാനന്ദൻ കമ്പിപ്പാര എടുത്ത് മകന്റെ തലയ്ക്കടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഹൃത്തിക്കിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും പിതാവിനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ സംഭവം കേരള സമൂഹത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉപഭോഗ സംസ്കാരത്തിന്റെ ഇരുണ്ട മുഖമാണ് വെളിപ്പെടുത്തുന്നത്. 17 ലക്ഷം രൂപയുടെ ബൈക്ക് കൈവശമുള്ള മകൻ അതിലും വലിയ ആഡംബര കാർ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെടുന്നതിൽ നിന്നും യുവാക്കളുടെ മനസ്സിൽ ആഡംബര വസ്തുക്കളോടുള്ള അമിതമായ ഭ്രമം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം.